ഹായ്, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു ഈസി ട്രേഡ്സ്. കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോ ഇടുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് തിരക്കായിരുന്നു. പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും സ്കാമേഴ്സിനെ എഴുതി സംസാരിക്കുന്നത് കൊണ്ടും സ്കാമേഴ്സ് നടത്തുന്ന ആ ടെക്നിക്സിലെല്ലാം തന്നെ ഓപ്പണായിട്ട് നിങ്ങൾ മുമ്പിൽ കാണിക്കുന്നതുകൊണ്ടും അത്യാവശ്യം നല്ല ടെറ്റനിങ് ഉണ്ട്. അത്യാവശ്യം നല്ല നെഗറ്റീവ് കമൻറ്റ്സ് അടിക്കാൻ കാര്യങ്ങളും ഗ്രൂപ്പിൽ വരാം, യൂട്യൂബ് കമൻറ്റ്, ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഇറക്കിയ കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ലെസൺ എന്നെ സംബന്ധിച്ച് ലെസൻ്റെ മാറ്ററാണ്. അതൊക്കെ എനിക്ക് പ്രതിരോധം തന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്കാമേഴ്സൊക്കെ നല്ല എവിടെയൊക്കെ കയറി കൊള്ളുന്നുണ്ട്. കാരണം അവരുടെ വരുമാനമാണ് നമ്മൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള രീതിയിലായിട്ടും പോവാതിരിക്കാതെ സ്വന്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്ന നല്ല ആൾക്കാരും ട്രേഡിങ്ങിന് ഷോർട്ട് കട്ടില്ല, പഠിച്ചേ പറ്റുള്ള കാര്യങ്ങൾ എല്ലായിടത്തും പറയുന്നുണ്ടല്ലോ ഞാൻ. അപ്പോൾ അത് മിക്ക ആൾക്കാർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഒരിക്കലും സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് റെക്കമെൻഡേഷനിൽ ഒരിക്കലും സക്സസ് ആക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം. പിന്നെ മറ്റൊരു കാര്യമാണ്, ഞാൻ ഇൻസ്റ്റയൊക്കെ ഹാക്ക് ചെയ്തു. എന്നെ സംബന്ധിച്ച് ഡസിൻ്റെ മാറ്റർ ഞാൻ ഓൾറെഡി മറ്റേക്ക് മെയിൽ ചെയ്തിട്ടുണ്ട്, റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം കയറുമ്പോഴത്തേക്ക് പാസ്വേഡ് ഇൻകറക്റ്റ് എന്നാണ് എൻ്റെ കാണിക്കുന്നത്. പക്ഷേ അക്കൗണ്ട് സ്റ്റിൽ ആക്റ്റീവ് പ്രൈവറ്റായിട്ട് കിടക്കുന്നുണ്ട്. എന്താ റീസൺ എന്നറിയത്തില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. എനിവേ നമുക്ക് സ്കാമേഴ്സിൻ്റെ കാര്യം തന്നെ മറ്റുള്ള രണ്ട് കാര്യങ്ങളോട് പറഞ്ഞിട്ട് പോവാം. പോയിന്റ് നമ്പർ 1, ഈ സ്കാമേഴ്സ് ഒരിക്കലും നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കി തരാൻ വേണ്ടി ഇരിക്കുന്നവരല്ല, അവർക്ക് കാശ് ഉണ്ടാകാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവരാണ്. അത് ചിന്തിക്കുക. പോയിന്റ് നമ്പർ 2, അതായത് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ക്യാപിറ്റൽ ഡബിളാക്കി തരാം, അല്ലെങ്കിൽ 1 ലക്ഷം കൊണ്ട് നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ആക്കി തരാം, 50 ലക്ഷം രൂപ ആക്കി തരാം, അല്ലെങ്കിൽ 100% റിട്ടേൺസ് തരാം എന്ന് പറഞ്ഞു വരുന്നതൊന്നും ഒരിക്കലും പോസിബിൾ അല്ല. പക്ഷേ ട്രേഡിങ്ങിൽ പോസിബിൾ അല്ല എന്നല്ല, 100% പോസിബിലിറ്റീസ് ഉണ്ട്. അത് നിങ്ങൾ വിചാരിക്കും കണക്കല്ല. അതായത് അത് അത്രയും ആക്യുറേറ്റ് ഉള്ള കാര്യങ്ങളിൽ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ടെക്നിക്സ് യൂസ് ചെയ്യാനും അങ്ങനെ ചെയ്യാനും പറ്റുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ള ഒരിക്കലും ചെയ്ത് തരത്തില്ല. സോ എൻ്റെ ട്രേഡ്സ് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാം. ഞാൻ വെറും 10 to 15% സമയം ഞാൻ ബുക്കിംഗ് നടത്താറുണ്ട്. സാർ ഞാൻ 1 കോടി രൂപയ്ക്ക് മുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ 10 ലക്ഷം 15 ലക്ഷം റിട്ടേൺസ് എടുത്ത് ഞാൻ സ്കോർ ഓഫ് ചെയ്യുന്നു. എപ്പോഴും സേഫായിട്ട് ഞാൻ എപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങൾ ബുക്ക് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എൻ്റേതായ സെറ്റപ്പ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, എൻ്റെ ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. ഷോർട്ട് കട്ട് ഒന്നും ട്രേഡിങ്ങിനില്ല, നമുക്ക് പഠിച്ച് ട്രേഡ് ചെയ്യണം. നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ പറയുന്ന കേസാണ്. പോയിന്റ് നമ്പർ 3, മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ഒരാൾ കണക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രേഡ് തരാം, ഞങ്ങളെ ബ്രോക്കർ വഴി ട്രേഡ് മാത്രം ചെയ്താൽ മതി എന്ന് മൊത്തം പറയുന്നു. പോയിന്റ് നമ്പർ 3, അതൊക്കെ അവർക്ക് ആവുന്നില്ല. അവർക്ക് ആ ബ്രോക്കറേജ്, അതായത് നിങ്ങൾ എടുക്കുന്ന ഓരോ ട്രേഡ്സിനും 20 രൂപ വെച്ച് അപ്പ് ആൻഡ് ഡൗൺ 40 രൂപ വെച്ചും 50 രൂപ വെച്ചൊക്കെ ബ്രോക്കർ നിങ്ങളിന്ന് പിടിക്കുന്നുണ്ട്. കുറേ കമ്മീഷൻ കാര്യങ്ങൾ എല്ലാവരും പിടിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ 60% ഈ തരുന്ന ട്രേഡ്സ് ആണ് അവർക്കാണ് കിട്ടുന്നത്. കാരണം അവരുടെ റഫറിലാണ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത്. പോയിന്റ് നമ്പർ 3 അതാണ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. പോയിന്റ് നമ്പർ 4, അതാണ് ഞാൻ പറഞ്ഞില്ല, ഈ റീപ്ലൈ, അതായത് പൊട്ടി അതായത് നമ്മളൊരു ലെവൽ എടുത്ത് വെച്ചിട്ട് താഴേക്ക് വരുന്നു, നമുക്ക് ആ താഴേക്ക് മാർക്കറ്റ് വരണം, റീപ്ലൈ ചെയ്തിട്ട് ടാർജറ്റ് അടിച്ചിട്ട് പറഞ്ഞു വരുന്ന കാര്യങ്ങൾ. സോ അതും അത് 4. പോയിന്റ് നമ്പർ 4. പോയിന്റ് നമ്പർ 5, ഇനി അതായത് മാനിപ്പുലേഷൻ, സ്ക്രീൻഷോട്ട്. നിങ്ങൾക്ക് ഏതായിട്ടുള്ള സ്ക്രീൻഷോട്ട് വേണം, എങ്ങനത്തെ സ്ക്രീൻഷോട്ട് വേണം, ഏത് ബ്രോക്കറിൻ്റെ വേണമെങ്കിലും ഇന്നത്തെ സിറ്റുവേഷനിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഒരിക്കലും ആ സ്ക്രീൻഷോട്ട് ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ടെക്നിക്സ് എന്നാൽ ലൈവ് ട്രേഡ്സ് നിങ്ങൾക്ക് വിത്ത് ചാർട്ട് ഉൾപ്പെടെ പറഞ്ഞ ട്രേഡ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. അതായത് ആ ട്രേഡും നിങ്ങൾ ആ ചാർട്ട് നമ്മൾ കറക്റ്റ് കമ്പയർ നോക്കുക. പോയിന്റ്സ് നമ്മൾ ഒരേ കണക്കാണോ പോകുന്നത് എന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അതിലെ പോയിന്റ് തന്നെയാണോ ചാർട്ടിൽ പോകുന്നത്, ചാർട്ടിൽ മൊമെന്റ് സെയിം തന്നെയാണോ നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. അല്ലാത്ത പക്ഷം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യരുത്. അല്ലാതെ പോകുന്ന റീപ്ലൈ പോകുന്ന, അതായത് ഓൾറെഡി പ്രോഫിറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ക്രീൻഷോട്ട് മാത്രം, അതായത് വീഡിയോസ് മാത്രം ട്രസ്റ്റ് ചെയ്യൽ, അതും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്ന് ഇന്ത്യയിൽ ഏത് ബ്രോക്കറിനെ വേണമെങ്കിലും മാപ്പ് ചെയ്ത സെയിം ബ്രോക്കർ നമുക്ക് കിട്ടും. അതായത് അതിൻ്റെ ക്ലോൺ ആപ്പ്, അതായത് ഒരിക്കലും ഇവരുമായിട്ട് ഷെയർ മാർക്കറ്റുമായിട്ടല്ല, സെബിയായിട്ടോ ട്രേഡുമായിട്ടോ ബന്ധമില്ല. സോ അതിൻ്റെ അതേ ബാക്കപ്പിൽ നമുക്ക് ഇതിൽ ട്രേഡ് എടുത്തിട്ട് ബാക്കപ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുക. അതായത് മുൻകൂട്ടി ട്രേഡ് എടുത്ത് വെക്കണം നമ്മൾ. അതായത് ഇപ്പം ഓൾറെഡി 50 എൻട്രി എടുക്കുക, പക്ഷേ 100 പോയിൻ്റ് ആയി. നമുക്ക് വേണമെങ്കിൽ ആ 100 പോയിൻ്റ് ആയ സമയത്ത് നമുക്ക് 50 എൻട്രി എടുത്തിട്ട് 100 പോയിൻ്റ് ആയിട്ട് കാണിച്ചിട്ട് ലൈവ് കാണിച്ച് പോകാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഇന്ന് അവൈലബിൾ ആണ്. അതിനെക്കാട്ടി ഏറ്റവും വലിയ സ്കാം എന്ന് പറഞ്ഞാൽ ഡബ്ബ ട്രേഡിങ് എന്താണെന്നറിയാമോ? ഒരിക്കലും ലീഗലല്ല, പക്ഷേ അതിൻ്റെ ബെനിഫിറ്റും അതിൻ്റെ ദോഷങ്ങളും ഓപ്പണായിട്ട് കാര്യം പറഞ്ഞുതരാം. അതൊരു മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിറങ്ങി കൂടുതൽ നല്ലത്. എനിവേ ഞാൻ എന്തായാലും കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ആരെ കാര്യത്തിലും ഞാൻ വിടാൻ പോകുന്നില്ല. ഇതിന് ഞാൻ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും വിത്ത് പ്രൂഫ്. ഇനി വരാൻ പോകുന്ന വീഡിയോസ് എല്ലാം തന്നെ വ്യക്തമായിട്ട് ഓരോ ഐഡികളും കാണിച്ച് ഞാൻ പ്രൂഫ് വ്യക്തമായിട്ട് കാണിച്ചു തരും. ഓക്കെ, താങ്ക് യു.